ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇത് കാണാനായിട്ട് പോകുന്നത് ഒരു കുർത്തി ഹോളാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടായിരിക്കും. കുർത്തീസ് റീസെന്റ് പർച്ചേസ് ചെയ്താണ് ഫ്രം ആമസോൺ. ആമസോണിൽ ഇപ്പോൾ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 6th തുടങ്ങി 11th ഓഗസ്റ്റ് വരെ ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓഫർ സെയിലിന്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ല ഓഫർ ഉണ്ട്. മിക്കവാറും നമ്മൾ ഒരുവിധം ഓഫർ സെയിലുകളൊക്കെ നിങ്ങളുടെ ഇൻഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ആഫ്റ്റർ വാഷ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയാം കേട്ടോ, ആ ഒരു മെറ്റീരിയൽ ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ നമ്മൾ കളർ ഫെയ്ഡ് ആകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്കും ഒരു കുർത്തി വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഫുള്ള് കംപ്ലീറ്റ് ഇട്ട് മുക്കി കഴുകി സോപ്പൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ വല്ലാണ്ട് കഴുകിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് റിട്ടേൺ ചെയ്യണം, കളർ ഫെയ്ഡ് ആകുന്നുണ്ട്, റിട്ടേൺ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വാഷ് ചെയ്ത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കൈൻ്റെയോ അല്ലെങ്കിൽ താഴെയുള്ള പ്ലീറ്റ്സിൻ്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് കുറച്ചൊന്ന് സോപ്പിൽ മുക്കി ആ ക്ലോത്തും ജസ്റ്റ് ആ ഒരു ഏരിയ മാത്രം ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. അപ്പോൾ കളർ അതിൽ നിന്ന് റിലീസ് ആകുന്നുണ്ടെങ്കിൽ കളർ ഫെയ്ഡ് ആകുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഉണക്കി എടുത്തിട്ട് സംഭവം റിട്ടേൺ ആക്കാം കേട്ടോ. ചില ക്ലോത്തൊക്കെ മെഷീൻ വാഷ് നമുക്ക് പറ്റുന്നതാണ്, ചിലത് പറ്റില്ല. ചിലത് ഇങ്ങനെ കുറേ ഡിറ്റർജൻസ് ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ ഫെയ്ഡ് ആകും. ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പൊക്കെ ഞാൻ പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കുർത്തീസ് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാ കുർത്തീസും വന്നിട്ട് ജനസിയ എന്ന് പറയുന്ന ബ്രാൻഡിനാണ് കേട്ടോ. ഒക്കെ വരുന്നത് ബിലോ 600 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ കളർ കുർത്തിയാണ്. ജനസിയ ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വരുന്നത് ബിലോ 400 ആണ്. 400 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു കുർത്തി. ഇത് പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഇത് നമ്മൾ ആഫ്റ്റർ വാഷ് റിവ്യൂ ഒക്കെ വേണമെന്നില്ല. കാരണം ഇത് ഷ്രിങ്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആകുന്നുണ്ടോ, ഇതിൻ്റെ കളർ റിലീസ് ആകുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ എടുക്കുക. മൊത്തം അങ്ങനെ കഴുകി നശിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടെസലിൻ്റെ പോർഷനോ അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ താഴെ വരുന്ന ഈ പ്ലീറ്റ്സിൻ്റെ ഈ ഒരു ഏരിയയിൽ കുഞ്ഞൊരു പോർഷൻ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കളർ റിലീസ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കളർ ഫെയ്ഡ് ആകുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആ ഒരു ഏരിയ കുറച്ചൊന്ന് ഷ്രിങ്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് ചുരുങ്ങിയിരിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഇത് ചുരുങ്ങും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. സമ്മർ സീസണിലാണെങ്കിലും വിന്ററിലാണെങ്കിലും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറ് ഇതൊരു എന്താ പറയുക ബ്ലൂ കളറിലാണ് വരുന്നത്. ലിറ്റിൽ ബിറ്റ് ഡാർക്കർ ആണ്. നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇമേജിൽ കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയപ്പോഴും സംഭവം. ഇതിൻ്റെ സ്ലീവൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ 2 ടെസൽസ് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങി 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 കൈ കെടുക്കും. ഈ ടെസൽസ് ഒന്ന് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കെടുക്കും കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് കാണിക്കുന്ന ഇമേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്കൊരു ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്, കുറച്ചിങ്ങനെ ബോട്ടിനൊക്കെ പോലെ വന്നിട്ട് നടുക്കിലൊരു കുഞ്ഞൊരു കട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു വീക്ക് കട്ട് വരുന്നുണ്ട്. അത്രയാണ്. സ്ലിറ്റുള്ള ടൈപ്പാണ്, ലൈനിങ് ഇല്ല. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് ഷ്രിങ്ക് ആകും കേട്ടോ. ഒരു വാഷ് കഴിയുമ്പോൾ ഷ്രിങ്ക് ആകും. അതുകൊണ്ട് എനിക്ക് സൈസ് കുറച്ച് അതിൻ്റെ ബോർഡറിൽ നിൽക്കുന്നവരുണ്ടായില്ലേ, മീഡിയം സ്മോൾ, അതിൻ്റെ ഒരു ബോർഡറിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് സ്മോൾ സൈസ് ആണ്, നിങ്ങൾക്ക് പക്ക സൈസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം സൈസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഷ്രിങ്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു കുർത്തി വന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ളതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് ഇത്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാണ് ഈ ഇട്ടിട്ടുള്ളത്. എനിക്കിതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇത് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെറ്റീരിയൽ വന്നിട്ട് വളരെ തിന്നാണ്, കോട്ടൺ ആണ്, ചുരുങ്ങുന്ന ടൈപ്പാണ്. അപ്പം നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, പറ്റുന്നവർ ആ സൈസിൻ്റെ ബോർഡറിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു സൈസ് ലാർജർ വാങ്ങാനായിട്ട് നോക്കണം. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്, ഫ്ലെയർഡ് ആണ്. കണ്ടോ, കുറേ ഇങ്ങനെ നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ നിന്ന് കുറേ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഫുൾ താഴെ വരെ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. വീനക്കാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇത് സീ ത്രൂ ആയിട്ടുള്ളൊരു തരം മെറ്റീരിയൽ. കളർ ഫെയ്ഡ് ആകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല.
ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വല്ലാണ്ട് കളർ ഫെയ്ഡ് ആക്കുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നല്ല ഓഫറിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള മീഡിയം സൈസ് ആണ്. 569 rupees നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു കുർത്തിയാണ്. ഇതെല്ലാം കുർത്തി മാത്രമാണ് കേട്ടോ, അതായത് സിംഗിൾ പീസാണ്. 2 പീസ് ആയിട്ടുള്ള കുർത്തിയും ബോട്ടവും ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരെണ്ണം വന്നിട്ട് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. നല്ല നേവി ബ്ലൂ കുർത്തിയാണ് കേട്ടോ അതിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. നെക്ക് വി നെക്ക് ആണ്, സ്ലീവ് എൽബോ സ്ലീവ് ആണ്. പിന്നെ ഈ ഒരു പീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കളർ ഫെയ്ഡ് ആകുന്നുണ്ട്, കളർ ഇതിൽ നിന്ന് റിലീസ് ആകുന്നുണ്ട്. പിന്നെ ഇത് പ്യുവർ കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. സമ്മറിലും വിന്ററിലും എല്ലാ സീസണിലും നമുക്ക് സുഖമായിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഷ്രിങ്ക് ആകും കേട്ടോ. വാഷ് ഒരു ഫസ്റ്റ് വാഷിന് ശേഷം ഷ്രിങ്ക് ആകുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഷാമ്പു വാഷ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ കുർത്തീസൊക്കെ പ്രത്യേകിച്ച് ഇത്തരം കോട്ടൺ കുർത്തീസ് നല്ലപോലെ ഷ്രിങ്ക് ആകും. അപ്പോൾ ഷാമ്പു വാഷ് ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട് കുഴപ്പമുണ്ടാകില്ല, കളർ അധികം റിലീസ് ആകില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കുർത്തിയുടെ റേറ്റ് വന്നിട്ട് 400 ബിലോ ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യാം, നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് പോളി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിന്റെ സെയിം റെഡ് കളർ എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അന്ന് ഞാൻ നല്ല റേറ്റിന് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനിപ്പോൾ നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, ഡ്രോപ്പ് ആയിട്ടുണ്ട്. 449 rupees ഇത് പർച്ചേസ് ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല വർത്ത് ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് കേട്ടോ. 449 rupees നമുക്ക് കുർത്തി സെറ്റാണ് കിട്ടുന്നത്. ബോട്ടം ഉണ്ട്, ഒരു സിഗരറ്റ് പാൻറ് ആണ്. അതുപോലെ ഇതേ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ, നല്ല കളറാണ്. ഇതൊരു നമുക്ക് ആ ഒരു ഇമേജിൽ കാണുമ്പോൾ ഒരു പീച്ച് കൈൻഡ് കളറാണ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ സ്ലീവിന്റെ പാറ്റേൺ ഒക്കെ നല്ല നൈസ് ആയിട്ടുണ്ട്, താഴെ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സമ്മർ സീസണിൽ നമുക്കിത് അത്രയ്ക്ക് ആക്ട് ആകില്ല, കാരണം നല്ലോണം സ്വെറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഇറുകി ചേർന്ന് എടുക്കുന്ന ടൈപ്പും പെട്ടെന്ന് ഉഷ്ണെടുക്കും, ചൂടെടുക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് സമ്മർ സീസണിൽ നന്നായിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല അത്. പക്ഷെ ഇത് കളർ ഫെയ്ഡ് ആകിയ ഷ്രിങ്ക് ആകിയ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ആലിയ കട്ടാണ് ഇതിന് വരുന്നത് കണ്ടോ. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വി നെക്ക് വന്നിട്ട് നല്ല ഡീപ്പ് നെക്കാണ്, ആലിയ കട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. എനിക്ക് കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു കളർ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിന് ഫ്രണ്ടിലോട്ട് ആലിയ കട്ടിന് അറിയാമല്ലോ, നിറച്ചിങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കട്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ യോക്കിൻ്റെ അവിടെ നിന്ന് നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്, ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഷ്രിങ്ക് ആകുന്ന ടൈപ്പ് അല്ല, കളർ ഫെയ്ഡ് ആകുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് സമ്മർ സീസണിൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ട് ആകില്ല, കംഫർട്ടബിൾ ആയിരിക്കില്ല. നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ആകുമ്പോൾ പെട്ടെന്ന് വേർക്കും കേട്ടോ. ക്രേപ്പ് മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല സമ്മറിൽ. ബാക്കിയുള്ള സീസൺസിലൊന്നും കുഴപ്പമുണ്ടാകില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, കളർ അങ്ങനെ ഫെയ്ഡ് ആകുന്നില്ല, ഒരു ചെറിയൊരു തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എന്താ പറയുക എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 600 ബിലോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ട്. കാഷ്വൽ വെയർ ആയിട്ടും നല്ല രീതിക്ക് എക്സറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇതിനെ പറ്റി പറയാനായിട്ടുള്ളത്, ഇതൊക്കെയാണ് കാണിക്കാനായിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ആമസോണിൽ ഇപ്പോൾ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ 6th തുടങ്ങി 11th ജൂലൈ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ഓഫറിലുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് തപ്പി പിടിച്ച് വാങ്ങിക്കാനായിട്ട് നോക്കുക. ആവശ്യമുള്ളവർ വാങ്ങിക്കുക, അല്ലാത്തവർ വാങ്ങിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.